മോണിക്ക ഒരു AI സ്റ്റോറി. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു ഡൈവേഴ്സ് മൂവിയാണ്. മോണിക്ക ഒരു AI സ്റ്റോറി is the first artificial intelligence movie recognized by Indian government in their official AI website. Social media fame and American-born motivator Aparna Malbari is portraying the title role of artificial intelligence in this movie. Along with her, renowned magician and motivational speaker Mr. Gopinath Mudhikar is also portraying a significant role. മാളികപ്പുറം എന്ന ഒറ്റ സിനിമയ്ക്ക് ശേഷം പ്രേക്ഷകർക്ക് സുപരിചിതമായ our cute little star Shreepal is also doing a prominent role. The inclusion of beautiful songs played a major role in enhancing the narrative of Monica Oru AI story. It adds depth and emotional resonance to the overall experience. Now, moving on to one of the most important sessions for the evening. We are thrilled to announce the commencement of our song and audio launch program for the movie Monica Oru AI story. Please join us as we unveil the trailer. Now, as our chief guest, we are fortunate enough to have producer Sabu Cherian. Please join me in welcoming to the stage Mr. Sabu Cherian. Sir, please. Sabu Cherian, ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഫോർ ദ പീപ്പിൾ എന്ന ഒറ്റ സിനിമ മാത്രം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ നമുക്ക് സ്മരിക്കാനായിട്ട് കഴിയും. അതിൻ്റെ നിർമ്മാതാവാണ്. അതുതന്നെയല്ല, നമുക്ക് മലയാളത്തിന് നല്ലൊരു സംഗീത സംവിധായകനെ നമുക്ക് സമ്മാനിച്ച ചിത്രം കൂടിയാണത്. ആരാണെന്ന് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രശസ്തനായ ഗായകൻ ജാസി ഗിഫ്റ്റ്. ആ ജാസി ഗിഫ്റ്റിനെ നമുക്ക് ആ സിനിമയിലൂടെയാണ് ലഭിച്ചത്. അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഇവിടെ ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം KSFDCയുടെ മുൻ ചെയർമാനാണ്. അതോടൊപ്പം ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റാണ്. അതുപോലെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറി ആയിട്ടുണ്ട്, പ്രസിഡന്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സാബു ചേട്ടനാണ് ഇന്ന് ഇതിന്റെ ഓഡിയോ ലോഞ്ച് ഇവിടെ നിർവഹിക്കുന്നത്. അദ്ദേഹത്തെ ആ കർമ്മത്തിനായിട്ട് നമ്മൾ ക്ഷണിക്കുകയാണ്. നമസ്കാരം. കുറെ നാളുകളായിട്ട് അറിയാം, പക്ഷെ ഇങ്ങനെ ഒരു ഫീൽഡിലേക്കൂടെ ഒരു എത്തിച്ചേരുമെന്ന് അറിയില്ലായിരുന്നു. എന്തായാലും വളരെ സന്തോഷം. സപ്പോർട്ട് ചെയ്ത മൺസൂറിനും ആശുപത്രിക്കും ഇതിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ അനുമോദനങ്ങൾ. തീർച്ചയായും 30 പടം റിലീസ് ഓൾ ദ ബെസ്റ്റ്. ഇത് പിന്നെ എനിക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിനിമ എന്ന് പറഞ്ഞാൽ എന്നാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതൊരു ആശുപത്രിയോട് സംസാരിക്കാനും പറ്റില്ല. എന്തായാലും ഇന്ത്യൻ സിനിമയിൽ ആദ്യത്തെ അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം മലയാള സിനിമകൾക്ക് ഒത്തിരി റെക്കോർഡ്സ് ഉണ്ട്. ആദ്യത്തെ 70mm, ആദ്യത്തെ 3D ഉൾപ്പെടെ നിരവധിയായ റെക്കോർഡുകളുള്ള ഒരു ഏരിയയാണ് മലയാളം സിനിമ. അതിൻ്റെ കൂടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിനിമയും മലയാളമാണ് എന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷം. അതിൽ ആശുപത്രിക്കാനെ മണിക്കൂർ ഇത് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും 30 റിലീസ് ചെയ്യുന്ന പടത്തിന് എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. താങ്ക് യു സാബു ചേട്ടാ. നെക്സ്റ്റ് ഐറ്റം എന്താണ് സത്ത? We are also honored to have Shri Prabha Verma, an esteemed recipient of both national and state awards for his poetry and songwriting. We are fortunate enough to have him as our lyricist for 2 songs in the movie. Now, we are moving on to the launch of our first song. The music is composed by famous music director Mr. Yonesio. This captivating song combines beautiful poetry and dense music and has been sung by highly esteemed vocalist Mr. Najeem Arshad. I'd like to invite renowned music director Mr. Roni Raphael onto the stage, who is also the background music scorer for our film. Sir, please. Also, I'd like to invite Mr. Binu Xavier, representing Saregama, onto the stage.
Sir, please. ബിനു സേവിയർ നമ്മുടെ ട്രെയിലർ ലോഞ്ചിന് ശേഷം നമ്മുടെ ഫസ്റ്റ് സോങ് റിലീസ് ചെയ്യാണ് ഇവിടെ. റോണി റാഫേലിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾക്ക് നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹം. ഒപ്പം എന്ന സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക് മരിക്ക എന്ന സിനിമയിൽ അദ്ദേഹവും നമ്മുടെ പ്രഭാവർമ്മ ചേട്ടനും കൂടി ചേർന്നാണ് ആ സംഗീത വിഭാഗം കൈകാര്യം ചെയ്തത്. റോണി റാഫേൽ ഇന്ന് ഇന്ത്യയിൽ തന്നെ പ്രശസ്തനായ ഒരു സംഗീത സംവിധായകനാണ്. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. അഷ്റഫിക്കാനെ എനിക്ക് പണ്ട് കേരളീ ചാനലുള്ളപ്പോൾ തൊട്ട് എനിക്ക് അറിയാം. അതിനുശേഷം ആദ്യം ഒരു സിനിമ വർക്ക് പ്ലാൻ ചെയ്തപ്പോൾ എനിക്ക് മൻസൂർക്കും അഷ്റഫിക്കും എല്ലാം ചേർന്ന് നമ്മൾ തമ്മിലൊരു ഡിസ്കഷനൊക്കെ ഉണ്ടായെങ്കിലും ആ പ്രോജക്റ്റിൽ പിന്നെ അത് മുമ്പോട്ട് പോയില്ല എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഉരു എന്നൊരു സിനിമ ചെയ്തു. അതിന്റെ ഓഡിയോ ലോഞ്ചിന് ഞാൻ ഉണ്ടായിരുന്നു, എന്നെ ക്ഷണിച്ചിരുന്നു. തീർച്ചയായിട്ടും അന്ന് ഇങ്ങനെ ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് നമുക്ക് തുടങ്ങുന്ന സമയത്ത് എന്നെ വിളിക്കാമെന്ന് പറയുകയും ഇതുപോലെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വന്നപ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ എന്നെ വിളിച്ച സമയത്ത് എന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചാൽ എന്താണ്, എനിക്ക് സോങ് ഇല്ലേ? സോങ് ഇല്ല, വേറൊരാളാണ് ചെയ്യുന്നത്. അത് പക്ഷെ ആരും നടന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം എൻ്റെ പ്രിയ സുഹൃത്ത് തന്നെയാണ് യൂനസ്. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്, നമ്മളൊരു സംഘടനയിലുള്ളവരാണ്. യൂനസിന്റെ പാട്ട് കേട്ടപ്പോൾ എനിക്ക് അതിലേറെ സന്തോഷം. വളരെ മനോഹരമായ പാട്ടുകളാണ്. എനിക്ക് ഇനി ഇതിൽ അടുത്ത പാട്ട് പറയുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടും കൂടി ഇതിലുണ്ട്. എല്ലാം കൊണ്ടും വളരെ സന്തോഷമുണ്ട്. ഒരു പ്രത്യേകതയുള്ള ഒരു കഥയാണിത്. വളരെ ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് ഒരുപാട് പ്രസക്തിയുള്ളതാണ്, പ്രാധാന്യമുള്ള ഒരു കഥയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും മാതാപിതാക്കൾ കുട്ടികളെ കൊണ്ട് കാണിച്ചിരിക്കണം എന്നെനിക്ക് തോന്നുന്നു. എങ്ങനെയാണ് ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ. ഇപ്പോഴത്തെ പിള്ളേര് മൊബൈലൊക്കെ കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അതൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടി കാണേണ്ട ഒരു സിനിമയാണ്. എന്തായാലും 31-ാം തീയതി റിലീസ് ചെയ്യുകയാണ്. എല്ലാ ആശംസകളും പ്രാർത്ഥനയും. താങ്ക് യു റോണി. ഈ സിനിമ കാണുമ്പോൾ തന്നെ ഇത് പശ്ചാത്തല സംഗീതം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഈ സിനിമയുടെ. അത് നിങ്ങൾ ഈ സിനിമ കാണുമ്പോഴാണ് അത് ബോധ്യപ്പെടുക. അദ്ദേഹത്തിന്റെ പശ്ചാത്തല സംഗീതം എല്ലാം തന്നെ അതിമനോഹരമായിട്ടുള്ള പശ്ചാത്തല സംഗീതമാണ് റോണി റാഫേൽ ഒരുക്കിയിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ ഒരു പ്രത്യേക സവിശേഷത കൂടിയാണ് റോണി റാഫേലിന്റെ പശ്ചാത്തല സംഗീതം. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് നല്ലൊരു കൈയടി കൊടുക്കാൻ നമുക്ക്. Now I would like to invite music director Mr. Yunasio onto the stage. Sir, please. നേരത്തെ കേട്ട മനോഹരമായ ഗാനത്തിന് സംഗീതം നൽകിയ വ്യക്തിയാണ് യുനസ്യോ. Sir, kindly speak a few words. എനിക്കിങ്ങനെ സ്പീച്ച് ചെയ്തിട്ടുള്ള പരിചയം കുറവാണ്. പക്ഷെ എന്നിട്ട് കാര്യങ്ങൾ പറയാം. ഞാൻ മൻസൂർക്ക എൻ്റെ ഒരു 10-12 വർഷമായിട്ടുള്ള സുഹൃത്താണ്. മൻസൂർക്ക എൻ്റെ ഇതിനു മുമ്പുള്ള ഒരു പിന്നെ ഡോക്യുമെൻ്ററി, ഒരു മിനി മൂവിക്ക് വേണ്ടിയിട്ടുള്ള RR ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് മുതലുള്ള പരിചയമാണ്. പിന്നെ ഈ സിനിമ ഇങ്ങനെ ഈ സിനിമയുടെ ഡിസ്കഷൻ തുടങ്ങിയപ്പോൾ റോണിച്ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലത്തെ എനിക്ക് കുറച്ച് കണക്ഷൻ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. എന്തായാലും അഷ്റഫ് സാറായിട്ട് ഇത് ഡിസ്കസ് ചെയ്ത് ഈ സിനിമയുടെ സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞ് പ്രഭാവർമ്മ സാറ് ഇതിനകത്ത് പാട്ടുകൾ എഴുതുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പ്രഭാവർമ്മ എന്ന് പറഞ്ഞ ഒരാളെ എപ്പോഴും കേട്ടറിവ്, പിന്നെ മിനിസ്ട്രി സർക്കിളിലുള്ള ആള് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നേരിൽ കാണണമെന്നും സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഇന്ന് പ്രഭാവർമ്മ സാറിനെ കണ്ടു. സാറിന്റെ പല പാട്ടുകളും ഞാൻ ഈ പേര് പറഞ്ഞ സമയത്ത് ഞാൻ സാറിന്റെ പാട്ടുകളൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പലതും. അപ്പോൾ പല സർക്കിൾ ഇപ്പോൾ റോണിച്ചേട്ടൻ പറഞ്ഞോളൂ, റോണിച്ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കും അതൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം എന്തായാലും സിനിമയിലൂടെ എനിക്ക് അത് സാധ്യമായി. അതിന് മൻസൂർക്കാക്കും അഷ്റഫ് സാറിനും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്കിതിനകത്ത് സ്പെഷ്യലായിട്ട് പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിലുള്ള പ്രമോ സോങ് മൻസൂർക്കാണ് അതിൻ്റെ വരികൾ എഴുതിയത്. പക്ഷെ അത് പാടിയത് എനിക്കൊരു ചാലഞ്ചായിരുന്നു. അപർണയാണ് ആ പാട്ട് പാടിയത്. അപർണ മൾബറി ആദ്യമായിട്ട്, അപർണ നന്നായിട്ട് മലയാളം സംസാരിക്കുമെങ്കിലും
ഭയങ്കര കോൺഫിഡന്റ് ഒക്കെ തന്നിട്ട് തന്നെയാണ് സ്റ്റുഡിയോയിൽ വന്നത്. പക്ഷെ ചില ഞങ്ങളൊരു സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അല്ല, പക്ഷെ അതല്ല, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത്. അത് സർപ്രൈസ് ഒക്കെ വിളിക്കാം. പക്ഷെ എങ്കിലും എന്നാ പിന്നെ അത് അങ്ങനെ ആവട്ടെ, ഞാൻ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ എനിക്കൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു അവരുടെ സിംഗിങ്. ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു അഷ്റഫ് സാറിനും അതുപോലെ മൻസൂർ കാക്കും എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇവിടെ സൂചിപ്പിച്ച പോലെ ഇതിനകത്ത് 2 മനോഹരമായ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് പ്രഭാവർമ്മ സാറാണ്. 2023 സരസ്വതി സമ്മാൻ പുരസ്കാരം അദ്ദേഹത്തിനാണ് ലഭിച്ചത്. നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമാണ് KK ബിർള ഫൗണ്ടേഷൻ നൽകുന്ന സരസ്വതി സമ്മാൻ. 15 ലക്ഷം രൂപയും സരസ്വതിയുടെ പഞ്ചലോക വിഗ്രഹവും പ്രശസ്തി പത്രവും ഫലകവും എല്ലാം അടങ്ങിയതാണ് ഈ അവാർഡ്. അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങാണ് ഇനി അടുത്തത്. അദ്ദേഹത്തെ ബഹുമാന പുരസ്കാരം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം ഡയറക്ടർ EM അഷ്റഫ്, പ്രൊഡ്യൂസർ മൻസൂർ പല്ലത്ത്, ശ്രീ ഗോപിനാഥ് മുതുകാട്, ഈ ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ KP ശ്രീശൻ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. Please, Avarna also, please do it. താങ്ക് യു. നമുക്ക് പ്രഭു സാറിനെ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള ഇടങ്ങളിലേക്ക് മടങ്ങാം. താങ്ക് യു. വളരെയേറെ സന്തോഷകരമായ കൃത്യമായ ഒരു സായാഹ്നമാണിത്. ഈ സായാഹ്നത്തെ ഏറ്റവും അധികം മധുരതരമാക്കുന്നത് ഈ സദസ്സിൻ്റെ മുൻനിരയിൽ ശ്രീ അബ്ദുൽ ഖാദർ ഇരിക്കുന്നു എന്നതാണ്. അബ്ദുൽ ഖാദർ ആണ് എന്നെ ഈ ചലച്ചിത്ര രംഗത്തേക്ക് ആദ്യമായി കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് പറയാം. സ്ഥിതി എന്ന സിനിമയിൽ ഒരു ചെമ്പനീർ പൂവിറുത്ത് ഞാൻ ഓമലി എന്ന പാട്ടെഴുതിക്കൊണ്ടാണ് ഞാൻ മലയാള സിനിമാ രംഗത്ത് കുറച്ചൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നത്. ഈ അബ്ദുൽ ഖാദർ എന്ന വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ആ പാട്ടുണ്ടാകുമായിരുന്നില്ല, ഞാൻ ഉണ്ടാകുമായിരുന്നില്ല, ഈ വേദിയിൽ ഇങ്ങനെ വന്ന് നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുമായിരുന്നില്ല. ഇങ്ങനെ ഒരു സായാഹ്നത്തിൽ അബ്ദുൽ ഖാദറെ കാണാൻ പറ്റുന്നു, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ മൻസൂറിനെ കാണാൻ പറ്റുന്നു, ശ്രീ EM അഷ്റഫ് ആകട്ടെ വളരെ വിഖ്യാതമായ ഒരു മാധ്യമപ്രവർത്തന പശ്ചാത്തലമുള്ളയാളാണ്. ഒരേ സമയം പ്രിന്റ് മീഡിയയിലും ഇലക്ട്രോണിക് മീഡിയയിലും തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള മാധ്യമപ്രവർത്തകനാണ്. ആ മാധ്യമപ്രവർത്തക യത്നത്തിൻ്റെ ഒരു സ്വാഭാവിക എക്സ്റ്റൻഷൻ ആണ് അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര കലാപ്രവർത്തനം എന്ന് പറയണം. അപ്പോൾ അഷ്റഫിൻ്റെ ഈ സിനിമയുമായി മോണിക ഒരു AI സ്റ്റോറി എന്ന സിനിമയുമായി ഞാൻ സഹകരിക്കാൻ കഴിയുന്നു. അതിലെനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. റോണി റാഫേലിനെ കാണാൻ കഴിയുന്നു. പ്രിയപ്പെട്ട യൂസഫുമായിട്ട് ചേർന്ന് പാട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുന്നു. റോണി റാഫേലുമായി ഞാൻ ചേർന്ന് ഉണ്ടാക്കിയ ഒരു പാട്ട്, ഞാൻ ചേർന്നതല്ല, ഞങ്ങൾ സംയുക്തമായി ഉണ്ടാക്കിയ ഒരു പാട്ട് പക്ഷെ നിങ്ങൾക്കറിയായിരിക്കും, കുഞ്ഞാലിമരക്കാർ എന്ന പുതിയ കാലത്തെ സിനിമയിലെ കണ്ണാതി നിലയിപ്പത് അരി എന്ന് തുടങ്ങുന്നതാണ്. ഇളവയിൽ അലകളിൽ ഒഴുകും എന്ന് തുടങ്ങുന്ന ശ്രേയാഘോഷാലും ജസ്കുമാരും ചേർന്ന് പാടുന്നു. അതുപോലെ കുറേ പാട്ടുകൾ ഉണ്ടാക്കുന്നതിന് നിമിത്തമായ ഖാദറെ ഇവിടെ കാണുന്നു എന്നുള്ളതിനപ്പുറം എനിക്കൊരു സന്തോഷമില്ല സത്യത്തിൽ. ഈ ചിത്രം ഇതുവരെ ഇല്ലാത്തൊരു ഇതിവൃത്തം മുൻനിർത്തി ഉള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ കലാരംഗത്ത് എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്നുള്ളത് ആദ്യമായി ചിന്തിച്ചത് വാൾട്ടർ ബെഞ്ചമിൻ എന്ന ചിന്തകനാണ്. അദ്ദേഹം തൻ്റെ ഇല്യൂമിനേഷൻസ് എന്ന കൃതിയിൽ പറയുന്നുണ്ട്, യാന്ത്രിക പുനരുൽപാദനത്തിൻ്റെ കാലത്ത് യഥാർത്ഥ കലയെ ഒരു യാന്ത്രിക കല പകരം വയ്ക്കുമെന്ന്. അങ്ങനെ ഒരു യാന്ത്രിക കല പകരം വയ്ക്കുമെന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒന്നും ആരും കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ ഒരു പകരം വയ്പ്പ് സാധ്യമാകുമോ എന്ന് ഞാൻ അന്ന് ചിന്തിച്ചിട്ടുണ്ട്, ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്.
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ശരിയായ ഇൻ്റലിജൻസിന് ശരിയായ കലയ്ക്ക് പകരമാവില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ നമുക്ക് സംഗീതം ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ഒരു ശർമാഗുരി ഉണ്ടാക്കാൻ പറ്റില്ല, ഒരു MS സുബ്ബലക്ഷ്മി ഉണ്ടാക്കാൻ പറ്റില്ല, ഒരു അംജദലിക്കാനെ ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് ചലച്ചിത്ര അഭിനയം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ സാധ്യമാക്കിയെടുക്കാൻ കഴിയുമായിരിക്കും, സത്യനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, ഒരു ശിവാജി ഗണേശനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, ഒരു അമിതാഭ് ബച്ചനെ ഉണ്ടാക്കാൻ പറ്റില്ല. ഏത് ഇൻ്റലിജൻസ് വന്നാലും അതിനൊക്കെ അപ്പുറത്ത് ഈ ക്രിയേറ്റിവിറ്റിയുടേതായ ജീനിയസത്തെ വാങ്ങി നിൽക്കും. ആ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ജീനിയസിനെ ഉയർത്തിപ്പിടിക്കുന്നത് കൂടിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പുതിയ കാലത്തെ ശാസ്ത്രാധിഷ്ഠിതമായ ഈ സംവിധാനവുമായി ബന്ധപ്പെട്ടാണ് സിനിമ എന്നെനിക്ക് തോന്നുന്നു. കുഞ്ഞുങ്ങൾ പുതിയ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്നതിൻ്റെ ദാരുണമായ ചിത്രങ്ങൾ ഇതിനകത്ത് ധാരാളമായിട്ട് നമ്മൾ കണ്ടു. കുഞ്ഞുങ്ങൾ വല്ലാതെ ഒറ്റപ്പെട്ട് പോവുകയാണ്. വെറുതെ ലോകത്ത് നാം ഇരുവേർ ഒറ്റപ്പെട്ടോർ, അത്രയുമല്ല തമ്മിൽ ഒറ്റപ്പെട്ടോർ എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒറ്റപ്പെട്ട് പോകുന്ന കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നു മുതുകാട് ഇവിടെ ഈ സിനിമയിൽ എന്ന് കണ്ടു. അത് തീർച്ചയായും വലിയൊരു ഒരു അഷ്വറൻസ് നമ്മുടെ പുതിയ തലമുറയെക്കുറിച്ച് നമുക്ക് തരുന്ന ഒരു കാര്യമാണെന്ന് കൂടെ പറയണമെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഈ ചിത്രത്തിന് വലിയ തോതിലുള്ള വിജയം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാ ഭാവുകളും ആശംസിക്കുകയാണ്. ഗുരു എന്ന സിനിമയിലൂടെ തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ച ആളാണ് ശ്രീ EM അഷ്റഫ്. മൻസൂർ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. മൻസൂറിനാണെങ്കിൽ കല അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ അലിഞ്ഞു നിൽക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഈ കലാരംഗത്ത് ഇവരുടെ ഈ കൂട്ടുകെട്ട് വലിയ വലിയ അത്ഭുതങ്ങൾ തുടർക്കാലത്തും സൃഷ്ടിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾ സംഘടിക്കുന്നു. ഇവിടെ സരസ്വതി സമ്മാൻ അതിനെക്കുറിച്ച് പറഞ്ഞു. സരസ്വതി സമ്മാൻ ലഭിച്ചത് വ്യക്തിപരമായി എനിക്കുള്ളൊരു നേട്ടം എന്ന രീതിയിലല്ല ഞാൻ കാണുന്നത്. മലയാള ഭാഷയ്ക്ക് മലയാള സാഹിത്യത്തിന് കൈവന്ന ഒരു നേട്ടം എന്നാണ് ഞാൻ കരുതുന്നത്. ആ നേട്ടം ഞാൻ മലയാള ഭാഷയുടെ മുമ്പിൽ തന്നെ, മലയാള സാഹിത്യത്തിന് മുമ്പിൽ തന്നെ സമർപ്പിക്കുകയാണ്. ഈ സന്തോഷങ്ങളുമായി പങ്കുവയ്ക്കുന്നു. നന്ദി, നമസ്കാരം. സാർ നേരത്തെ സൂചിപ്പിച്ച ഗാനം അതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഉണ്ണിമേനോൻ പറഞ്ഞ ഗായകൻ അല്ലേ, അദ്ദേഹം സംഗീതം നൽകിയ ഗാനമാണത്. ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോ മലേ ഒരു വേള അങ്ങനെയല്ലേ ഖാദർ സാർ ഒന്ന് വർമ്മ സാറ് പറയുന്ന ഒരു സെക്കൻഡ് സംസാരിക്കില്ലെങ്കിലും എന്നാലും ആളുകൾക്ക് ഒന്ന് കാണുമല്ലോ. മലയാളത്തിലെ ഈ കാലഘട്ടത്തിനിടെ ഉണ്ടായിട്ടുള്ള മലയാള സിനിമാ ചരിത്രത്തിൽ ഇതുവരെയായിട്ടുണ്ടായിട്ടുള്ള ഏറ്റവും നല്ല 10 പ്രണയഗാനങ്ങൾ എടുത്താൽ അതിലൊന്ന് എന്ന് ശ്രീകുമാരൻ തമ്പി മാതൃഭൂമിയിൽ എഴുതിയ ഗാനമാണ് ഒരു ചെമ്പനീർ പൂവിറുത്ത് ഞാൻ നോവലിൽ. ആ ഒരു ചെമ്പനീർ പൂവിൻ്റെ നേരുടമയാണ് ഖാദർ. ആ ഖാദറെ ഇങ്ങനെ ചേർത്ത് നിർത്താൻ പറ്റുന്ന സന്തോഷം. ഒരു വാക്കുകൂടി, ഈ രൗദ്ര സാത്വികം ആ രചനയിലേക്ക് കടക്കാനുള്ള ഒരു പ്രചോദനം, ഒരു ചുരുങ്ങിയ വാക്കുകളൊന്നും. അത് പറഞ്ഞതല്ലേ, പെട്ടെന്ന് പറഞ്ഞു നിർത്താൻ പറ്റില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ സമയം എടുത്തത് ഞാനാണ്. രൗദ്ര സാത്വികം എന്നതിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. രൗദ്രം ഒരു ഭാവമാണ്, സാത്വികത മറ്റൊരു ഭാവമാണ്, വിരുദ്ധങ്ങളായിട്ടുള്ള ഭാവങ്ങളാണ്. ഈ സാഹിത്യം ഈ ബൈനറി ഓപ്പോസിറ്റ്സ് എന്ന് പറയും. ബൈനറി ഓപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രത്യക്ഷത്തിൽ ഒരു ദ്വന്ദ്വാത്മകത, പാരസ്പര്യം ഉണ്ട് രണ്ട് കാര്യങ്ങൾ തമ്മിൽ. അതിൽ തന്നെ ഈ ദ്വന്ദ്വാത്മകത ഉണ്ടാകുമ്പോൾ തന്നെ അതിനുള്ളിലൊരു വൈരുദ്ധ്യവുമുണ്ട്. ഈ രൗദ്രത്തിൽ സാത്വികതയുണ്ട്, സാത്വികതയിൽ രൗദ്രവുമുണ്ട്. ഇവ തമ്മിൽ ചേർത്തുകൊണ്ടുള്ള ഒരു പുതിയ വാക്ക് കോയിൻ ചെയ്തെടുത്തതാണ് രൗദ്ര സാത്വികം. അത് മനുഷ്യ മനസ്സിലെ വിരുദ്ധങ്ങളായ രണ്ട് ഭാവങ്ങളുടെ സമന്വയം ആണ് സാധിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. രൗദ്ര സാത്വികത്തെക്കുറിച്ച് കൂടുതൽ അങ്ങനെ പറഞ്ഞു പോകാനുള്ള സമയവും സാവകാശവും ഇവിടെ ഇല്ല, അതിനുള്ള സന്ദർഭവുമല്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ രൗദ്രതയെ എങ്ങനെ സാത്വികത കീഴടക്കുന്നു എന്നുള്ളതാണ് ആ ചിത്രത്തിൽ, ആ കവിതയിൽ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് ഒട്ടൊക്കെ വിജയിച്ചു എന്ന് ആരോ എന്നോട് പറയുന്നു എന്ന് എനിക്ക് തോന്നുകയാണ് ഈ സരസ്വതി സമ്മാനമൊക്കെ കിട്ടുമ്പോൾ. നന്ദി. താങ്ക് യു വെരി മച്ച്. നല്ലൊരു കൈയടി അദ്ദേഹത്തിന് കൊടുക്കാം. അബ്ദുൽ ഖാദർ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാക് പ്രൊഡക്ഷൻസിന്റെ ഉടമകളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് തങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ നമ്മൾ വിളിക്കുന്നുണ്ട് സ്റ്റേജിലേക്ക്. പ്ലീസ്. താങ്ക് യു സർ. Monica Oru AI Story is a film that explores various trajectories
അപർണ മൽബറി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാരക്ടറായി വരുന്ന സിനിമയുടെ പ്രൊമോഷൻ സോങ് റിലീസാണ് അടുത്തത്. Also, we are euphoric to introduce a new singer to Malayalam industry, but as already mentioned, it is none other than Aparna Malbari. Beautiful lyrics for the promotion song has been written by actor, scriptwriter and writer Mr. Mansoor Pallur. പ്രൊമോഷൻ സോങ് റിലീസിനായി നമുക്ക് സുപരിചിതനായ പ്രശസ്ത മോട്ടിവേറ്ററും മാന്ത്രികനും ഞങ്ങളുടെ സിനിമയിലെ പ്രധാന നടനുമായ ശ്രീ ഗോപിനാഥ് മുതുകാടിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സർ, പ്ലീസ്. അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു ചലച്ചിത്രത്തിൽ അഭിനയിക്കുന്നത്. സ്റ്റേജിൽ ഒരുപാട് മാന്ത്രിക പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു സിനിമയിൽ ഒരു മിക്കവാറും ഒരു കേന്ദ്ര കഥാപാത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗോപിനാഥ് മുതുകാട്. എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. ഇതിനകത്തുള്ളൊരു കാര്യം, അഭിനയിച്ചു എന്ന് പറയുന്നതാണ് എൻ്റെ പ്രശ്നം. ഇതിനകത്ത് ഞാൻ ഗോപിനാഥ് മുതുകാടായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇതിനൊരു കാര്യം പറയാം. അതായത് എന്നെ ആദ്യം വിളിക്കുന്നത് ശ്രീ ആൽബർട്ട് അലക്സാണ്. അദ്ദേഹം വിളിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു, അഷ്റഫ് ഖാൻ നാളെ ഒന്ന് മാജിക് പ്ലാനറ്റിലേക്ക് വരുന്നുണ്ട്, എന്തോ സിനിമയായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വന്ന സമയത്ത് ഈ വിഷയം, അതായത് നമ്മുടെ ഈ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ, അത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് സിനിമ വിഷയമായിട്ട് ബന്ധപ്പെട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയാണ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞു. അദ്ദേഹമായിട്ടുള്ള കുറേ കാലത്തെ ബന്ധം എനിക്കുണ്ട്. പണ്ട് ദുബൈയിൽ ഒരു മീഡിയയുടെ ഹെഡ്ലൈൻസ് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു മാച്ചൊക്കെ കാണിക്കുന്ന സമയത്ത് അന്ന് അശോക് ആയിരുന്നു എൻ്റെ മീഡിയ ഫോറത്തിൻ്റെ പ്രസിഡന്റോ മറ്റോ. അപ്പോൾ ആ കാലം അടുത്ത ദിവസത്തെ ഹെഡ്ലൈൻസ് പ്രെഡിക്റ്റ് ചെയ്യുന്ന മാച്ചൊക്കെ കാണിച്ചു. അപ്പോൾ പിന്നെ മൻസൂർക്കായിട്ടും ഇതുപോലെ തന്നെ ഒരു ഹൃദയബന്ധമുള്ളതാണ്. അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞപ്പോൾ വിഷയം ഇതായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതിനകത്ത് വന്നത്. ഞാൻ ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന അതേ വ്യക്തിയായിട്ട് തന്നെയാണ്, അല്ലാതെ മറ്റൊരു കഥാപാത്രമായിട്ടൊന്നുമല്ല ഇതിനകത്ത് വരുന്നത്. പക്ഷെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് പ്രഭാവർമ്മ സാറ് പറഞ്ഞ പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നതിലപ്പുറം മാനുഷികമായിട്ടുള്ള ഹൃദയബന്ധങ്ങളുടെ കഥയാണ് യഥാർത്ഥത്തിൽ ഇത് പറയുന്നത്. സ്നേഹം കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ വഴിതെറ്റിപ്പോകുമെന്ന് പറയുന്ന ഒരു കഥയാണ് ഇതിനകത്ത് പറയുന്നത്. കുട്ടികളെ പരസ്പരം താരതമ്യം ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കുടുംബങ്ങൾ, വീട്ടുകാർ, പാരൻസ് പ്രത്യേകിച്ച് കാണേണ്ട ഒരു സിനിമയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അത് ആർട്ടിഫിഷ്യലാണ്. അതേസമയം യഥാർത്ഥമായിട്ടുള്ള സ്നേഹം മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഉറഞ്ഞൊഴുകി വരേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ കുട്ടി ഇത്തിരി ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടിയായതിൻ്റെ പേരിൽ തന്നെ ഇപ്പോൾ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഖല ഇത്തരം കുട്ടികളുമായിട്ടുള്ള ഹൃദയബന്ധമാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. മുന്നിൽ ക്യാമറ ഉണ്ടായിരുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ആദ്യമായിട്ട് വലിയ സ്ക്രീനിൽ നമ്മുടെ മുന്നിൽ എത്തുകയാണ്. നിങ്ങളെല്ലാവരും അത് ആ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം, പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും കാണണം. അതുപോലെ തന്നെ ഈ ശ്രീപദ് മോഹനെ പറ്റി പറയണം കേട്ടോ. അവൻ ഒരു അപാര സൃഷ്ടിയാണ്. അവന്റെ കൂടെ ഈ പെർഫോം ചെയ്യുന്ന സമയത്തെ അവന്റെ ഫേസിൽ വരുന്ന എക്സ്പ്രഷൻസ് ഒക്കെ പിന്നെ മറിഞ്ഞ് മാറി വരുന്ന ഭാവങ്ങളൊക്കെ സല്യൂട്ട് കൂട്ടാം. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് നാളെ വരാൻ പോകുന്ന ഒരു താരമാണ് നമ്മുടെ അപർണ മൾബറി. കാരണം ഇപ്പൊ പ്രഭാവർമ്മ സാറ് അപർണയോട് ഇംഗ്ലീഷിൽ ചോദിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പറയാ, നമ്മളെക്കാൾ കൂടുതൽ മനോഹരമായിട്ട് മലയാളം സംസാരിക്കുന്ന, ഇവിടെ വന്ന സമയത്ത് അത്ഭുതപ്പെട്ടു പോയി. എല്ലാ വാക്കുകളും വാചകങ്ങളും അത്രമാത്രം സ്മൂത്ത് ആയിട്ടാണ് സംസാരിക്കുന്നത്, അല്ലേ? അതെ. എനിവേ, ഇതൊരു നല്ല സിനിമയാവട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. മൻസൂർ ഖാന്റെയും അശോക് ഖാന്റെയും ഒരു വലിയ സ്വപ്നമാണ് സ്ക്രീനിലേക്ക് വരാൻ പോകുന്നത്. എല്ലാവരുടെയും മുമ്പിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ സാധിച്ചത് നിറഞ്ഞ സന്തോഷം. നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം
മാജിക്കിന്റെ മാന്ത്രിക ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞ് ഇപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടി ഒരു മിനിറ്റ് ഈ കുട്ടികൾക്ക് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് അറിയാം യൂസഫ് അലി സാർ തന്നെ അദ്ദേഹത്തിന്റെ പുതിയൊരു കേന്ദ്രത്തിന് കാസർഗോഡ് അല്ലേ, അത് എന്നത്തേക്ക് ആരംഭിക്കുന്നതാണ്? കാസർഗോഡ് പ്ലാനൊക്കെ ആയിട്ടുള്ളൂ, തുടങ്ങിയിട്ടുള്ള ഒരു 20 ഏക്കർ ലാൻഡ് ആയിട്ടുണ്ട്. അത് പലരും സംഭാവന ചെയ്തതാണ്. അവിടെ ഒരു വലിയ സംരംഭം ആണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിൽ ഭിന്നശേഷി മേഖലയിൽ ഒരു ചരിത്രം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ സ്വപ്നമാണ് അവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത്. വൈകാതെ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകാതെ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യും. എല്ലാ ഭാവങ്ങളും നേരുന്നത്. സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മലയാളം പഠിച്ച് ഗാനാലാപനവും നൃത്തവും ചെയ്ത് നമ്മളെ അതിശയിപ്പിക്കുന്ന കലാവൈഭവം അപർണ മൽബറിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം നമ്മുടെ പ്രൊമോഷൻ സോങ് രചിച്ച നമ്മുടെ പ്രിയപ്പെട്ട നിർമ്മാതാവ് മൻസൂർ കൊണ്ടത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ മലയാളത്തിൽ പറഞ്ഞാൽ മതിയില്ലല്ലേ, ചോദിച്ചാൽ മതി. അല്ല, ഈ പാട്ട് പാടിയതേ ആദ്യമായിട്ടാണോ സിനിമയിൽ ഗാനം ആലോചിക്കുന്നത്? നിങ്ങളിപ്പം കുറെ കട്ട് ചെയ്ത് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആണ് കണ്ടത്. നേരത്തെ നമ്മളെ മ്യൂസിക് ഡയറക്ടർ യുനെസിയോ പറയാൻ പോയൊരു പോയിന്റ് അവസാനിക്കാൻ ഞാനിവിടെ ഒരുപാട് കഷ്ടപ്പെട്ട് ബോത്ത് സാറും പിന്നെ നമ്മളെ കൊറിയോഗ്രാഫർ, ഡാൻസ് പഠിപ്പിക്കുന്ന കൊറിയോഗ്രാഫർ ഒരുപാട് സമയമെടുത്ത് ഓരോരോ സ്റ്റെപ്സും എവിടൊക്കെയാണ് നാക്ക് പ്ലേസ് ചെയ്യേണ്ടത്, ഓരോരോ വാക്കുകൾ പറയുമ്പോഴും ഒക്കെ കുറേ സമയം ക്ഷമയോടെ കാത്തു നിന്ന് കൈപിടിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട്, ഞാൻ മാത്രമല്ല ഇവരെല്ലാവരും. സോ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. എല്ലാവർക്കും നിങ്ങൾക്കാണ് ആക്ച്വലി കൈ കൊടുക്കേണ്ടത്. ഈ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഡാൻസും പാട്ട് കേൾക്കുന്നതും കാണുന്നതും. സോ ആക്ച്വലി ഞാൻ അവിടെ ഇരുന്നോണ്ട് ചിരിക്കുകയാണ്. ബിക്കോസ് കണ്ടപ്പോ എനിക്ക് അങ്ങ് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ പാട്ട്? കുഴപ്പമില്ലല്ലോ, നല്ലതല്ലേ? ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന പാട്ട് പാടുന്നതും ഒക്കെ. ഫസ്റ്റ് ടൈം സിനിമയിൽ അഭിനയിക്കുന്നതെല്ലാം ഫസ്റ്റ് ടൈം ആണ്. സോ എനിക്ക് നിങ്ങളില്ലാതെ എന്തായാലും പറ്റില്ല. സർ, താങ്ക് യു സോ മച്ച്. സാറായിരുന്നു ആദ്യം എന്നെ വിളിച്ചത്. ആൻഡ് നമ്മളെ ഡയറക്ടർ സർ, താങ്ക് യു സോ മച്ച് എന്നെ വിളിച്ചതിന്. ആൻഡ് ഹി വാസ് ദ റൈറ്റർ ഓഫ് ദ സോങ്. അപ്പം വഴികളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അത് പുതിയ ട്രെൻഡ് അനുസരിച്ച് എഴുതിയ ഒരു സോങ് ആണ്. അതിനനുസരിച്ച് സംഗീതവും നൽകിയിട്ടുണ്ട്. ഒരു നല്ല ഫ്യൂഷൻ ആണ്. സെമൈ റാപ്പ് ഒക്കെ വന്ന് ഒരു സംതിങ് ഡിഫറെന്റ് പ്ലസ് ഒരു ട്രഡീഷണൽ ആർക്കും നല്ല ഫ്യൂഷൻ ആയിരുന്നു. അവരുടെ ഇത് ഒരുപാട് പേർക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് യൂട്യൂബ് ചാനലിൽ കൂടെ ഒരുപാട് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ഓഡിയൻസിന് ചിലർക്കെങ്കിലും അറിഞ്ഞുകൂടായിരിക്കും എങ്ങനെയാണ് ഇത്ര ഫ്ലുവന്റ് ആയിട്ട് മലയാളം സംസാരിക്കുന്നത്. ഞാൻ കുഞ്ഞിലെ വന്ന് ഒരു 3 വയസ്സിലാണ് ഞാൻ ഇവിടെ എത്തിയത്. അമൃതാനന്ദമി അമ്മയുടെ ആശ്രമത്തായാലും ഞാൻ വളർന്ന് ജനിച്ചതൊക്കെ. അപ്പൊ ഞാൻ കുഞ്ഞിൽ അങ്ങനെയാണ് കുട്ടികളൊപ്പം പഠിച്ച് ഇങ്ങനെ കളിച്ചിട്ടൊക്കെയാണ് ഞാൻ മലയാളം പഠിച്ചത്. ഞാൻ ഒരിക്കലും എക്സ്പെർട്ട് ആണെന്ന് പറയില്ല. ഇന്ന് വരെ ഞാൻ മലയാളം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരുപാട് ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് പ്രാക്ടീസ് വഴി ഒരു ഫ്ലുവൻസിയിലേക്ക് എത്താൻ പറ്റുന്നത്. ഞാൻ ഇംഗ്ലീഷ് ടീച്ചറാണ്. അപ്പൊ എന്റെ സ്റ്റുഡൻസിനോട് ഞാൻ ഇത് തന്നെയാണ് പറയുന്നത്. നമ്മൾ ആ ഒരു അവസരം, സ്പീക്ക് ചെയ്യാൻ ഒരു അവസരം നമ്മൾ എടുത്തില്ലെങ്കിൽ ഒരിക്കലും ആ പെർഫെക്ഷൻ, ആ ഫ്ലുവൻസിലേക്ക് എത്താൻ പറ്റില്ല. നമ്മൾ ആ കംഫർട്ട് ലെവലിലേക്ക്, കംഫർട്ട് ഇവിടെ ആണെങ്കിൽ ജസ്റ്റ് അത് തൊട്ട് വെളിയിൽ കയറുമ്പോഴാണ് നമുക്ക് ഗ്രോത്ത്, നമുക്ക് വളരാൻ പറ്റുന്നത്. സോ എന്റെ സ്റ്റുഡൻസിനോട് പറയുന്ന സെയിം കാര്യം ഞാൻ തന്നെ ഈ ഒരു മൂവി വഴി എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. നമ്മൾ പറയുന്നുണ്ട് ഇപ്പൊ ഇന്ത്യയിലെ ഭാഷകളിൽ തന്നെ പഠിക്കാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷ മലയാളമാണെന്ന് പറയട്ടെ. എങ്ങനെ തോന്നുന്നു? സത്യം ആണല്ലേ? കുറെ വർഷം എടുക്കും. എനിക്ക് നല്ല ഭാഗ്യം ഉണ്ടായിരുന്നു. കുഞ്ഞില് വന്ന് നമ്മൾ ആ സമയത്ത് നമ്മളെ ബ്രെയിൻ ഒരു സ്പഞ്ച് പോലെയാണ്, വേഗം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും കാര്യങ്ങൾ. പക്ഷെ കുറച്ച് അഡൽട്ടായി കഴിഞ്ഞിട്ട് മലയാളം പഠിക്കുക എന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. ഒരുപാട് വർഷങ്ങൾ എടുക്കും പഠിക്കാൻ. എനിക്കറിയാവുന്ന ഒരുപാട് വെസ്റ്റേണേഴ്സ് കഷ്ടപ്പെടുന്നുണ്ട്. അവർ കുത്തിരുന്ന് എഴുതി പഠിക്കും. എന്നിട്ടും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവർക്ക് സംസാരിക്കാൻ പറ്റില്ല. അത്രയ്ക്കും പാടുള്ളൊരു ഭാഷയാണ്. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പം മലയാളത്തിന്റെ ആ ഒരു ഭംഗിയുണ്ടല്ലോ, ഒരു പോയം, എപ്പോഴും ഒരു പോയട്രി പോലെയാണ് നമ്മൾ മലയാള ഭാഷ അല്ലേ? ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഇതുപോലത്തെ വേറൊരു ഭാഷ എനിക്ക് അറിഞ്ഞൂടാ. അല്ല, മേ ബി പോർച്ചുഗീസ്, കുറച്ച് ഭാഷകൾ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ ഇത്രയും ഭംഗിയുള്ള വേറെ ഒരു ഭാഷ എനിക്ക് അറിഞ്ഞൂടാ. നല്ല കാവ്യഭംഗിയുള്ള ഭാഷയാണ് അല്ലേ? ഈ മലയാളം ബുക്കുകളൊക്കെ വായിക്കാറുണ്ടോ? ചെറുതായിട്ട്
ഇതൊക്കെ ഞാൻ സ്കൂളിൽ പഠിച്ചത് സംസ്കൃതമാണ്, എക്സ്ക്യൂസ് അല്ല. സംസ്കൃതമാണെങ്കിൽ കുറച്ചുകൂടെ ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് കഴിയുമല്ലോ സംസ്കൃതം ആകുമ്പോൾ. എഴുതാനും വായിക്കാനൊക്കെ അറിയാം. അപ്പൊ സാറിന്റെ നല്ല കവിതകളൊക്കെ ഉള്ള പുസ്തകങ്ങളെ കുറിച്ചാണ് സംസാരിച്ചപ്പോ എന്ത് മനോഹരമായിട്ടാണ് മലയാളം സംസാരിക്കുന്നത്. എന്റെ ഒരു ബിഗ് പ്രാർത്ഥനയാണ് ഒരു ദിവസം സാറെ പോലെ എനിക്ക് മലയാളം സംസാരിക്കണം, ഒന്ന് പഠിപ്പിച്ചേരണേ. അപ്പൊ അദ്ദേഹത്തിന്റെ രൗദ്ര സാത്വികം വായിക്കണം. വായിക്കും. മലയാളം വായിക്കാനാണോ? അല്ല, അദ്ദേഹത്തിന് അത് വായിക്കണമെന്ന്, ആ കൃതി വായിക്കണമെന്നാ പറഞ്ഞത്. ഇപ്പൊ സമ്മാനം കിട്ടിയ ഇതല്ലേ, ബുക്കല്ലേ, വായിക്കുമല്ലേ? എനിക്ക് സാർ വേണമെങ്കിൽ വായിച്ചാ. ഓക്കെ, വേറെ എന്താണ് സിനിമയെ കുറിച്ച് പറയാനുള്ളത്? സിനിമ നമ്മളിപ്പം ഈ ഒരു കാലത്തില് സാർ പറഞ്ഞ പോലെ, മുതലാളി സാർ പറഞ്ഞ പോലെ നമ്മള് ഹുക്ഡ് ആണ്. നമ്മള് സെൽഫോൺ, സോഷ്യൽ മീഡിയ, അവിടെ അങ്ങ് അഡിക്റ്റഡ് ആയി, എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡ്. അപ്പൊ ആ ഒരു കാലത്തിൽ വരുന്ന ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ബിക്കോസ് നമ്മൾക്ക് ആ ഹ്യൂമൻ കണക്ഷനിൽ തരാൻ പറ്റാത്ത ഒരു സംഭവം അല്ല, AI വഴി നമുക്ക് തരാൻ പറ്റിയ ഒരു ഹ്യൂമൻ കണക്ഷനാണ് സ്നേഹം, ലവ്, കമ്പാഷൻ, കാരുണ്യം. ഈ ക്വാളിറ്റീസ് നമുക്ക് ഒരിക്കലും AI വഴി അല്ലെങ്കിൽ ടെക്നോളജി വഴി കിട്ടില്ല. ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും, പക്ഷെ ആ ഒരു കണക്ഷനാണ് ഈ ഒരു കാലത്തിൽ വിട്ടു പോകുന്നത്. സോ ഒരിക്കലും അത് വിടരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഐ ഹോപ്പ് ദാറ്റ് സാറ് പറഞ്ഞ പോലെ ഫുൾ കുടുംബമായിട്ട് ചെന്ന് കാണേണ്ട ഒരു സിനിമയാണ്. അമ്മുമ്മയും കുഞ്ഞുങ്ങളും, അമ്മമാർ, അച്ഛന്മാർ എല്ലാവരും ഒന്നിച്ച് വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇറ്റ്സ് റിയലി എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. ഈ സ്റ്റോറി കുറിച്ച് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം എനിക്കൊരു റിലേറ്റ് ചെയ്യാൻ പറ്റി. എൻ്റെ ക്യാരക്ടർ മോനിക്ക എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം ഞാനും ടീച്ചറാണല്ലോ. അപ്പൊ ആ ഒരു ഭാവമായിട്ടാണ് ഈ ഒരു AI ഈ കഥയിൽ വരുന്നത്. സോ അങ്ങനെ എനിക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു ആ സ്റ്റോറി ആദ്യം കേട്ടപ്പോൾ തന്നെ. സോ യെസ്, താങ്ക് യു. So the first day, first show you will see. ആ ദിവസം ഞാൻ ഉണ്ടാവും. ഞാൻ എൻ്റെ ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരും വിളിച്ച് ആ സെയിം ഡേ ഉണ്ടാവും. Thank you very much. Thanks a lot. Thanks a lot. Thank you, Masuji. So Now, yeah, please. Now, moving on to the release of our second song. Experience the wonder of song as we present the extraordinary talent of a 14-year-old Yarbash Bachu. Yarbash brings to life the poignant lyrics of Sri Prabha Varma, set to music by music director, his father, Mr. Yunusio. ഈ ഗാനം റിലീസ് ചെയ്യുന്നതിന് വേണ്ടി ആക്ടർ, പ്രൊഡ്യൂസർ, ഡയറക്ടർ മിസ്റ്റർ ആലപ്പി അഷ്റഫിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സർ, പ്ലീസ്. ഇവിടെ കൂടിയിരിക്കുന്ന ആദരണീയ വ്യക്തിത്വങ്ങളെ, ഇതിൻ്റെ അണിയറ പ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ആദ്യം തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഓരോ സിനിമയുടെ കാര്യങ്ങളും സാബു ചെറിയാൻ്റെ പടത്തെപ്പറ്റി ആദ്യം പറഞ്ഞു. ഫോർ ദ പീപ്പിൾ എന്നൊരു സിനിമ, ഇതുപോലെ ആരും വലിയ ബൂമിങ്ങൊന്നും ഇല്ലാതെ വന്നൊരു പടമായിരുന്നു. ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. അവർ തിയേറ്ററിൽ കിട്ടാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അത് റിലീസ് ചെയ്തത്. പക്ഷേ മലയാള സിനിമയുടെ ചരിത്രത്തിൽ നമ്മൾ ആളുകളെ നിയന്ത്രിക്കാൻ പോലീസിനെയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ആൾക്കാരെ കൂടുമ്പോൾ. പക്ഷേ തിയേറ്ററിനകത്ത് ആളുകളെ നിയന്ത്രിക്കാൻ പോലീസിനെ വെച്ച ഒരേ ഒരു പടവേ ഉണ്ടായിട്ടുള്ളൂ. അത് ഫോർ ദ പീപ്പിൾ എന്നുള്ള പടമാണ്. ഇതുവരെ രണ്ടാമതൊരെണ്ണം ഉണ്ടായിട്ടില്ല, അതിന് മുമ്പും ഉണ്ടായിട്ടില്ല. അപ്പോൾ തിയേറ്ററിൽ ആ റേസ്, ആ പാട്ട് ലജ്ജാവതിയൊക്കെ വരുമ്പോൾ ജനമങ്ങ് ഇളകി മറിയുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അകത്ത് പോലീസ് നടത്തിയൊരു പടമായിരുന്നു. ഇവിടെ പ്രഭാവർമ്മ സാറും മുതുകാടും അദ്ദേഹം എല്ലാം പറയുകയുണ്ടായി, നമ്മുടെ മനുഷ്യന്റെ മനസ്സ് എത്ര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടായാലും അവരുടെ ബേസിക്കൽ നമ്മുടെ സ്നേഹബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ മനിതൻ ഉണർവ വേണ്ടും, ഇത് മനിതക്കാതല്ല, അതുവേം താണ്ടി പുനിതമാനത് എന്ന് പറഞ്ഞ ഒരു പാട്ട്, ഗുണ എന്ന ചിത്രത്തിലെ ഒരു വരി, കാമുകിയും കാമുകനും കൂടെ പാടുന്ന ആ പാട്ടെടുത്തിട്ട് നായികയില്ലാത്ത ഒരു പെൺകുട്ടി ഇല്ലാത്ത പടത്തിൽ സ്നേഹിതന്മാരുടെ സ്നേഹബന്ധങ്ങൾക്ക് വേണ്ടി ആ പാട്ട് പ്ലേസ് ചെയ്തപ്പോൾ ആ പടം ഏതാണ്ട് 250 കോടി രൂപയാണ് 20 കോടിയുടെ പടം കളക്ട് ചെയ്തത്.
അത്ര മഹത്തരമാണ് ആ സ്നേഹബന്ധത്തിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ട ആ മനുഷ്യബന്ധത്തിന്റെ അവർ അംഗീകരിച്ച പ്രണയമൊക്കെ എപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അതുപോലെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സംഭവം ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ തരുന്നുണ്ട്. ഈ പടം ഞാൻ ഒത്തിരി പ്രതീക്ഷിക്കുന്ന ഒരു പടം കൂടിയാണ്. എന്നെ പോലെ ഒരുപാട് പേര് എന്തായാലും അതൊരു പുതുമയായിരിക്കും. പക്ഷേ ഇതെല്ലാം വരുന്നതിന് മുമ്പും 50 വർഷം മുമ്പ് ഇന്ന് നമ്മൾ പറയും ആ പടത്തിൽ ഫഹദ് ഫാസലിന്റെ ഒരു ലിപ് ലോക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ടൊവിനോയുടെ ലിപ് ലോക്ക് ഉണ്ടായിരുന്നു, അവരുടെ ചുംബന രംഗങ്ങളെ പറ്റി നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് 1974, അതായത് കൃത്യം 50 വർഷം മുമ്പ് ഒരു പാട്ടുണ്ടായിരുന്നു. ഹരിഹരൻ സാറിന്റെ ഒരു പടത്തിലൊരു പാട്ട്, അധരം കൊണ്ട് അധരത്തിൽ അമൃത് നിവേദിക്കും അസുലഭ നിർവൃതി അറിഞ്ഞു ഞാൻ. ലിപ് ലോക്കിനെ പറ്റിയാണ് പാടിയത്. അന്ന് ലിപ് ലോക്ക് സിനിമയിൽ കാണിക്കാൻ പറ്റില്ല. ആ കാലഘട്ടത്തിൽ സാറിനെ പോലുള്ള കവിമാര് അത് ഭാവനയിൽ കണ്ട് അന്ന് എഴുതിയിരുന്നു. അന്ന് ലിപ് ലോക്ക് കാണിച്ച സെൻസർ ബോർഡ് എടുത്ത് കളയും. ഇന്നത് കുറെ കൂടെ പുരോഗമിച്ചു വന്നിരിക്കുകയാണ്. കാലഘട്ടം കാട്ടാനും അതെല്ലാം പ്രദർശിപ്പിക്കാനുള്ള ഒരുപാട് മാറ്റങ്ങൾ സംഭാഷണത്തിലായിട്ടും ആയാലും മറ്റ് രംഗങ്ങളിലൊക്കെ ആയാലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ഞാനിതുപോലെ 3 തലമുറയിലൂടെ കടന്നു വന്ന ഒരാളാണ്. ഞാൻ ആദ്യമായിട്ട് പ്രേമനസീറിനെ വെച്ച് 3 പടങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി, മോഹൻലാലിനെ വെച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയ തലമുറയെ വെച്ച് ചെയ്യുന്നതുകൊണ്ട് 3 തലമുറ കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പം ഞാൻ എത്തിയിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു പുതിയ സംരംഭവുമായിട്ട് വന്നിരിക്കുന്നത് ചെറുപ്പക്കാരുടെ മുമ്പിലാണ്. എന്തായാലും ഇവർക്ക് എല്ലാ വിജയങ്ങളും ഞാൻ നേരുകയാണ്. ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് എന്റെ പ്രൊഡ്യൂസർ, ഇതിന്റെ സംവിധായകർക്ക് പ്രത്യേകം എടുത്ത് പറഞ്ഞുകൊണ്ട് നീട്ടുന്നില്ല. നന്ദി, നമസ്കാരം. മഹാപ്രതിഭയാണ് ശ്രീപദ് യാൻ. നമുക്കറിയാം, മാളികപ്പുറം എന്ന സിനിമ കണ്ട ഒരാളും ഇവന്റെ മാന്ത്രിക പ്രകടനം മറക്കില്ല. എന്താണ് ഈ ഹൈപ്പറായിട്ടൊക്കെ അഭിനയം ചെയ്യുന്നത്? ഹൈപ്പറായിട്ട് എന്താ അഭിനയിച്ചെന്ന് ചോദിച്ചാൽ അതിപ്പോ ഞാനിവിടെ പറഞ്ഞ പിന്നെ നിങ്ങൾ എന്തിനാ സിനിമ ഓ, അത് ശരിക്കും ജീവിതത്തിൽ ഹൈപ്പറാണോ ആണെന്നാണ് ഇവരൊക്കെ പറയുന്നത്. ആര് പറയുന്നത്? നമ്മുടെ അഷ്റഫ് ഒക്കെ നേരത്തെ ഇന്റർവ്യൂവിൽ തന്നെ അങ്ങനെയാണ് ട്രോൾ ചെയ്ത്. ഹൈപ്പറാണോ എന്ന് എനിക്കറിയില്ല. അല്ല, മോന് നമുക്ക് വേണ്ടി പാടിയ പാട്ട് എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗർഭാഷനെ പരിചയപ്പെട്ടോ നേരത്തെ? പരിചയപ്പെട്ടിട്ടുണ്ട്. ആണോ? എവിടെ വെച്ച്? നമ്മുടെ എറണാകുളത്ത് വെച്ച് തന്നെയാണ്. ആണോ? പരിചയപ്പെട്ടു. ഓക്കെ, പാട്ടും ഇഷ്ടപ്പെട്ടു. ഗർഭാഷന്റെ പിതാവിനെ പരിചയപ്പെട്ടായിരുന്നു? പിന്നെ പരിചയപ്പെട്ടു. എല്ലാരും പരിചയപ്പെട്ടു. ഇതിനകത്ത് എല്ലാവരും ആരെയും പരിചയമില്ലാതില്ല. ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനും അഭിനയിച്ചതിനകത്ത് എന്നെ പരിചയമില്ലല്ലോ. ആ, അപ്പൊ സിനിമ കാണുന്ന എന്നെ നോക്കിക്കോണം കേട്ടോ. വേറെ എന്താ വിശേഷം? അടുത്ത സിനിമ ഏതൊക്കെയാണ്? അടുത്തത് ഞാനിപ്പോ റിലീസായ പവി കെയർടേക്കറിൽ ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. അതെ. ഇപ്പോ ഞാനൊരു മൂവി പകുതിയാക്കി വെച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിയാണ്. അത് കോഴിക്കോടാണ് ഷൂട്ട്. വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കൂടെയുള്ള ഒരു പടമാണ്. അതിൽ ക്യാരക്ടേഴ്സ് വിഷ്ണു ചേട്ടൻ, ഞാൻ, പിന്നെ വേറെ കുറച്ച് കുട്ടികളുണ്ട്. അപ്പൊ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സിനിമ അങ്ങനെ ആദ്യമായിട്ടല്ലേ അഭിനയിക്കുന്നത്? അത്ര ഒരു സിനിമയിൽ അല്ല, ആദ്യമായിട്ടാണ്. കാരണം ആദ്യമായിട്ട് അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയത് ഇത് തന്നെയാണല്ലോ, അല്ലേ? അതെന്താ എന്നോട് ചോദിക്കാൻ? സാറിന് അത് പറയുന്നതാണല്ലോ. സാറിന് എന്നോട് തിരിച്ചു ചോദിക്കത്തില്ലേ? അത് ആദ്യ സിനിമ അത് അങ്ങനെയാണ്, പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ലെന്ന് എന്നോട് പറയണ്ടേ? ഓക്കെ. നേരത്തെ മുതുകാടങ്ങൾ പറഞ്ഞു, ഞാൻ നന്നായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. എക്സ്പ്രഷൻസ് ഒക്കെ എന്റെ 2 ഗുരുക്കന്മാരാണ് അവിടെ ഇരിക്കുന്നത്. ഒന്ന് അഭിലാഷ് ചേട്ടൻ, പിന്നെ വിഷ്ണു ചേട്ടൻ. മാളികപ്പുറത്തിന്റെ ഡയറക്ടറും റൈറ്ററുമാണ്. അവരെ നമ്മൾ വേദിയിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ചില ദൗത്യങ്ങൾ നമ്മൾ ഏൽപ്പിക്കുന്നുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്നുണ്ട്. അവർക്ക് വേറെ ദൗത്യമുണ്ട്. ഇപ്പൊ നിങ്ങൾ 2 കുരുന്നുകളെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ എർബാഷ് നമുക്കൊന്ന് സംസാരിക്കാം. എർബാഷ് നേരത്തെ പാടിയിട്ടുണ്ടോ എങ്ങനെ സിനിമകളിൽ? ഇല്ല. അച്ഛൻ ആദ്യമായിട്ട് പഠിപ്പിക്കുകയാണ് ആണല്ലേ? ഏത് ക്ലാസ്സിൽ പഠിക്കുന്നതാണ്? 9th. ഇനിയിപ്പോ 9th എവിടെയാണ് പഠിക്കുന്നത്? പട്ടാമ്പിയില്. ഏത് സിലബസാണ്? കേരള സിലബസ് ആണ്. അപ്പൊ ഈ സംഗീതം ചെറുപ്പത്തില് ഇങ്ങനെ കുറച്ചു നാൾ പോലെ പഠിക്കുന്നുണ്ടോ? അത് എങ്ങനെയാണ്? പഠിക്കുന്നില്ല. സംഗീതം പഠിക്കുന്നില്ലേ?
സംഗീതം പഠിച്ചിട്ടില്ല? പഠിച്ചിട്ടുണ്ട്, എനിക്ക് കഴിവ്. ഇത് മൈക്കെടുത്തു, മൈക്കിന് വേണം. സംഗീതം പഠിച്ചിട്ടില്ല എന്നാണ് പാടിയത്? പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട്. ആര് അച്ഛനാണോ പഠിപ്പിക്കുന്നത്? അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട് അച്ഛൻ. പിന്നെ വേറെ വേറെ പഠിപ്പിക്കുന്നത് അച്ഛൻ തന്നെ? അച്ഛനാണ് ഗുരു? ഞാൻ കർണാടിക് സോങ് പഠിക്കാൻ പോകും. കർണാടിക് മ്യൂസിക്. അതാരാ പഠിപ്പിക്കുന്നത്? പ്രിയദാസ്. ഇപ്പോഴും പഠിത്തം തുടരുകയല്ലേ? തുടരും. അപ്പൊ ഇനി ഈ സിനിമയിൽ പാടണമെന്നൊക്കെ ആഗ്രഹമില്ലേ? അപ്പൊ നന്നായിട്ട് കർണാടക സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം, അങ്ങനെ എല്ലാം സംഗീത വിഭാഗവും അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നല്ല ഗുരുക്കന്മാരെ തന്നിട്ട് പഠിച്ച് നന്നായിട്ട് വീണ്ടും നല്ല സംഗീതമായിട്ട് മുന്നോട്ട് വരണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ശ്രീപത് മോനെ, ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി എത്രയോ സിനിമകളിൽ നമ്മൾ ഇനി കഥാപാത്രങ്ങളായിട്ട് വരാനിരിക്കുന്നു. എല്ലാ ആശംസകളും നേരുകയാണ്. ഓക്കെ, താങ്ക് യു. മോൻ പോകരുത്. I would also like to invite actress Sini Abraham, who has portrayed the role of Sripad's mother in the movie. Ma'am, please. ഏകദേശം 50-ൽ പരം സിനിമകളിൽ വേഷമിട്ട ഒരു വ്യക്തിത്വമാണ് സിനി. സിനിയെ ഇവിടെ കിട്ടിയതിൽ ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്. 2 വാക്ക്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് എന്നെ മൂവിയിലേക്ക് ക്ഷണിച്ചതിന് അഷ്റഫിക്കായിരിക്കും മൻസൂറിക്കായിരിക്കും നന്ദി പറയുന്നു. എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാർ എങ്ങനെ ആവരുത് എന്നുള്ള ക്യാരക്ടറാണ് ഞാൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആൾക്കാർ കുറച്ച് ദേഷ്യപ്പെടാൻ ചാൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. ഇവിടെ ആക്ച്വലി അത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു വിഷമമാണ്. എൻ്റെ ഈശ്വര, ഇങ്ങനെയാണോ ഞാൻ ചെയ്തത്? ബട്ട് ബേസിക്കലി ഞാൻ അങ്ങനെയല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ എൻ്റെ മക്കളോട് നല്ല ഫ്രണ്ട്ലി ആയിട്ടും സ്നേഹമായിട്ടും ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ നമുക്ക് ക്യാരക്ടർ വരുമ്പം അതിനോട് നീതി പുലർത്താൻ എനിക്ക് സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കി നിങ്ങൾ മൂവി കണ്ടിട്ട് ഞങ്ങളെ അറിയിക്കൂ. ഇനി ഐ എം വെരി ഹാപ്പി എന്നെ ഈ പ്രോഗ്രാമിൽ ഇൻവൈറ്റ് ചെയ്തതിനും എന്നെ ഈ മൂവിയിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ, ഒരു മൂവിയുടെ ആക്ച്വലി ഒരു മെയിൻ പാർട്ടാണ്. ബിക്കോസ് കുഞ്ഞാണ് ഇതിനകത്തെ മെയിൻ ക്യാരക്ടർ. അപ്പം അവൻ്റെ ആ ക്യാരക്ടർ അങ്ങനെ ആവാൻ ഒരു കാരണം ഞാനാണ്. സോ ഐ തിങ്ക് അതൊരു നല്ല കാര്യമാണ്. അപ്പം വെരി ഹാപ്പി ആൻഡ് താങ്ക് യു സോ മച്ച്. ഒരുപാട് രഹസ്യങ്ങൾ പുറത്ത് പറയണ്ട, എല്ലാവരും സിനിമ കണ്ടില്ലേ? ഓക്കെ, താങ്ക് യു വെരി മച്ച് സിനി. താങ്ക് യു വെരി മച്ച്. മോനെ എന്തൊരു പേടിയുണ്ടോ? ചെയ്യല കയറുമ്പോൾ പേടിയുണ്ടോ? ടെൻഷനാണോ? പിന്നെ അങ്ങനെ ഈ പാട്ടിന് പാടി ടെൻഷൻ അടിച്ചിട്ട്? ഓക്കെ, താങ്ക് യു. Thank you. I was fortunate enough to host the event of first look poster release of this movie in Saudi Arabia. Now it comes to a complete cycle as we are moving on to the final look poster release right now. So for that, I would like to invite super hit Malayalam movie Maligapuram's director Mr. Vishnu Shashishankar onto the stage. Sir, please. ഇത് അനാവരണം ചെയ്ത് നമ്മൾ ഈ പോസ്റ്റർ ആളുകളെ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് താങ്കളുടെ ദൗത്യം. ഇതിന് റിമോട്ട് ഇല്ല, കൈവിട്ട് തന്നെ ചെയ്യുന്നത്. രണ്ട് വാക്ക് സംസാരിക്കാം. ഇല്ല, ശ്രീപത് ചേട്ടനൊന്നും സംസാരിക്കേണ്ട, ഒന്ന് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. ഞാൻ പൊതുവെ വേദികളിലധികം സംസാരിക്കാത്ത വ്യക്തിയാണ്. പ്രത്യേകിച്ചും മലയാളത്തിൽ ഇത്രയും വലിയ മഹാരഥന്മാരുടെ മുമ്പിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ല. എനിവേ, മോണിക്ക ഒരു AI സ്റ്റോറി ടൈറ്റിൽ തന്നെ ഇവൻ എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഒരു പരീക്ഷണ ചിത്രത്തിൽ ശ്രീപത്ത് വരുന്നു. അഷ്റഫ് സാർ, ഓൾ ദ ബെസ്റ്റ്. സാറിൻ്റെ ഈ കറേജിന്, ഈ ഒരു ധൈര്യത്തിന് ഞാൻ ഹാറ്റ്സ് ഓഫ്. അതുപോലെ തന്നെ പ്രൊഡ്യൂസർ മൻസൂർ അല്ലൂർ സാർ, സാറിനെ പോലെ ഒരുപാട് പേര് വരണം ഇതുപോലത്തുള്ള ചിത്രങ്ങളായിട്ട് എന്ന് ഞാൻ അധികമായി ആഗ്രഹിക്കുന്നു. കാരണം മലയാള ചരിത്രത്തിൻ്റെ ഇതുപോലത്തുള്ള പരീക്ഷണങ്ങൾ ഒരുപാട് പരീക്ഷിച്ച ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതൊരിക്കലും എന്താ പറയുക, മോശമായി പോവില്ല. ഇനിയും ഇങ്ങനത്തെ കുറേ ചിത്രങ്ങൾ സാർ ചെയ്യണം. നമ്മളെ പോലുള്ള ആൾക്കാർ ഡയറക്ടേഴ്സ് ഉണ്ട്. ശരി, ഞാൻ കൂടുതൽ സംസാരിച്ച് വഷളാകുന്നില്ല.
മൈക്ക് കൂടുതൽ സംസാരിക്കുന്ന ആൾ അഭിലാഷ് പിള്ളയാണ്. ഞാൻ സ്ഥിരം കൊണ്ടുവന്ന അദ്ദേഹത്തിനെയാണ്. ഇന്ന് ഒറ്റയ്ക്ക് വിളിച്ച് ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ ശരി, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ബാക്കി പുള്ളി പറയുന്നതായിരിക്കും. താങ്ക് യു. ഇനി മോണിക്ക ഒരു AI സ്റ്റോറി മൂവിയുടെ തിയേറ്റർ റിലീസ് ഡേറ്റ് പ്രഖ്യാപനമാണ്. So for that, I would like to invite Maligapuram scriptwriter Mr. Abhilash Pilla onto the stage. Sir, please. ഇവിടെ ആരൊക്കെയോ 30-ാം തീയതി റിലീസ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഞാൻ റിലീസ് പറയണം. എവിടെയാണോ? ആദ്യം തന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഞങ്ങളുടെ പയ്യൻ വീണ്ടും ഒരു സിനിമയിൽ അഭിനയിക്കുന്നു. എനിക്ക് വലിയ സന്തോഷം. 3 ദിവസം മുന്നേ മറ്റൊരു ഓഡിയോ റിലീസിന് പോയിരുന്നു. ദേവനന്ദ, അതായത് മാളികപ്പുറത്തിലെ ദേവനന്ദ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നൊരു സിനിമ ഗു എന്നൊരു പടം. സന്തോഷം. ഞങ്ങൾ കൊണ്ടുവന്ന 2 പേരും സിനിമയിൽ ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. അതൊരു എഴുത്തുകാരനെ സംബന്ധിച്ചും സംവിധായകനെ സംബന്ധിച്ചും എൻ്റെയും വിഷ്ണുവിൻ്റെയും വലിയ വിജയങ്ങൾ ഒന്ന് തന്നെയാണത്. പിന്നെ ശ്രീപദനെ പറ്റി ഞങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അനുഭവിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാമെങ്കിൽ അവൻ എന്താണ് എങ്ങനെയാണെന്നുള്ളത്. അവനെ ഒരു A ആണ്. അപ്പോൾ അവനെ വെച്ചിട്ടൊരു A പരിപാടി ചെയ്യുമ്പോൾ ഈ ആങ്കർ ചേട്ടനോട് ഞാൻ പറയാനുള്ളത്, ചേട്ടാ ഇതുപോലെ പിള്ളേരെ വിളിച്ച് സ്റ്റേജിൽ കയറ്റുമ്പോൾ ഓർത്തോണം, ഇപ്പോഴത്തെ പിള്ളേരുടെ കൗണ്ടർ ഒരു രക്ഷയില്ലാത്ത. കാരണം മാളികപ്പുറം എന്നൊരു സിനിമയിലെ എന്റർടൈൻമെന്റ് സെക്ഷൻസ് കംപ്ലീറ്റ് ഒറ്റയ്ക്ക് ഷോർട്ടിലേക്ക് കൊണ്ടുപോയ പയ്യനാണ് അവൻ. കാരണം ഉണ്ണി മാസ് കാണിച്ചു, ദേവനന്ദ ഇമോഷൻ കാണിച്ചു, കോമഡി ഏരിയ മുഴുവൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയത്. അതിലെ പല കൗണ്ടേഴ്സ് അവൻ സ്പോട്ടിൽ കയ്യിൽ നിട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീപദ് എന്ന് പറയുന്ന മലയാള സിനിമയിലെ ഭാവി വാഗ്ദാനം എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. പിന്നെ അവൻ അഭിനയിച്ച സിനിമകളെ പറ്റി പറഞ്ഞു. അതിൽ ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ പുതിയ സിനിമയിൽ അവൻ അഭിനയിച്ചിട്ടുണ്ട്. അത് അവൻ പറയണ്ട, അത് രഹസ്യമാക്കി വെച്ചേക്കാൻ പറഞ്ഞുകൊണ്ടാക്കി പറയാന്. ഞാൻ എൻ്റെ പുതിയ സിനിമയായ ആനന്ദ് ശ്രീബാലയിലും അവനൊരു വേഷം ചെയ്തിട്ടുണ്ട്. ചെറിയ വേഷമാണ്. പക്ഷെ മാളികപ്പുറത്തിന് ശേഷം ഞാനും വിഷ്ണുവും വീണ്ടും ഒന്നിക്കുന്ന അടുത്ത സിനിമ, അതിൽ ത്രൂ ഔട്ട് മാളികപ്പുറത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു വെടിക്കെട്ട് കഥാപാത്രമായിട്ട് അവൻ വരുന്നുണ്ട്. അതിൻ്റെ ഷൂട്ടോടെ ഞങ്ങൾ തുടങ്ങാൻ പോവാണ്. അപ്പം ഈ ഒരു സിനിമ ഒരു വലിയ വിജയമാവേണ്ടത് ഞങ്ങളുടെയും കൂടെ ആവശ്യമാണ്. അപ്പം എല്ലാ പ്രാർത്ഥനയും ഈ സിനിമയ്ക്കുണ്ട്. ഒപ്പം ഇതുപോലത്തെ പരീക്ഷണങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വന്ന നിർമ്മാതാവിനും സംവിധായകനും ഈ സിനിമയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ഓൾ ദി ബെസ്റ്റ്. ഒപ്പം 31-ാം തീയതി ഈ സിനിമ കാണാൻ ഞാനും കാണും. തീർച്ചയായിട്ടും ഞാൻ ആ ആദ്യത്തെ ദിവസം തന്നെയാണ്. ശ്രീപദൻ്റെ പടമാണ്. പിന്നെ ഇങ്ങനത്തെ സിനിമകൾ വിജയിക്കേണ്ടത് ആവശ്യമാണ്. പുതിയ പുതിയ പരീക്ഷണങ്ങൾ സിനിമയിലേക്ക് വരണം. പരീക്ഷണങ്ങളിലൂടെ തന്നെയാണ് വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സാർ പറഞ്ഞ പോലെ ഫോർ ദ പീപ്പിൾ എന്നൊരു സിനിമ ഉണ്ടാക്കിയ ട്രെൻഡ് സെറ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ക്ലാസ് കട്ട് ചെയ്ത് 4 or 5 തവണ തിയേറ്ററിൽ പോയി തുള്ളിയ ആളാണ് ഞാനും. അപ്പം അതുപോലത്തെ സിനിമകൾ സംഭവിച്ചത് പരീക്ഷണങ്ങളിലൂടെയാണ്. അപ്പം ഇതും ഒരു പരീക്ഷണമാവട്ടെ. പിന്നെ അമേരിക്കയിൽ നിന്ന് വന്ന് ഇത്രയും നന്നായി മലയാളം പഠിച്ച ഒരാളുടെ മുന്നിൽ നിന്നിട്ടാണ് ആങ്കർ വലിയ രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെ ഇതിന് സാധിക്കുമെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും അത്രയും ഒരു 3 വയസ്സിൽ ഇവിടെ എത്തി ഇത്രയും നന്നായി മലയാളം പഠിച്ച് ഒരു പാട്ടൊക്കെ പാടുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. കൺഗ്രാജുലേഷൻസ്. അപ്പോൾ സിനിമയിൽ വലിയ വിജയമാവട്ടെ. മലയാള സിനിമയിലേക്ക് അടുത്തൊരു വലിയ നടനെ കൂടെ കിട്ടട്ടെ എന്ന് ഞാൻ പറയുന്നു. മുതുകാട് സാറ് എനിക്ക് തോന്നുന്നു സാറായിട്ട് തന്നെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. അതല്ലാതെ കഥാപാത്രങ്ങളായിട്ട് ഞങ്ങൾ വിളിക്കും. അപ്പോഴും വന്ന് സാർ അഭിനയിക്കും. താങ്ക് യു. അപ്പോൾ പോവല്ല, ഇനി നിങ്ങൾ 3 പേരും കൂടെ ചേർന്നുള്ളൊരു ദൗത്യത്തിലേക്ക് ഞങ്ങൾ ഇതിന് വിക്ഷണിക്കുകയാണ്. ഇത് ആ ഒരു ചടങ്ങ് കൂടെ നടക്കട്ടെ. ഏതൊരു 3 പേരും സെഷൻ സാർ പ്ലീസ് കം. ശ്രീപദ് മോനെ വരൂ. നമ്മൾ ഈ മോണിക്ക ഒരു സ്റ്റോറിയുടെ ഈ നെയിം സ്ലിപ്സ് സ്കൂളുകളിൽ വിതരണം ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലോഗോ ഇവിടെ പ്രകാശിപ്പിക്കുകയാണ്. ഷൈജു, ലോഗോ അത് നിങ്ങൾ രണ്ടും ശ്രീപദിന് നൽകി അത് പ്രകാശിപ്പിക്കും. നെയിം സ്ലിപ്പിന്റെ ലോഗോ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും വിതരണം ചെയ്യാനാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഇവൻ പറഞ്ഞ് ജയിച്ചതെന്ന് എനിക്കറിയില്ല. കാരണം മാളികപ്പുറം സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ അതിലൊരു രംഗം ഉണ്ടായിരുന്നു. ഇവൻ ഈ നെയ്സിൽപ്പ് വെച്ചിട്ട് കളിക്കുന്ന ഒരു രംഗം.
അന്ന് അതിനകത്ത് ഈ കോഹ്ലി അതുപോലെ എനിക്ക് തോന്നുന്നു തോറിന്റെ ഒക്കെ ഫോട്ടോസ് ആണ്. അന്ന് ഇവൻ എൻ്റെ അടുത്ത് തമാശയ്ക്ക് വെച്ചിരുന്നു ഞങ്ങളുടെ ഫോട്ടോ വെച്ച് നേസിൽ പറക്കുമെന്ന്. അപ്പൊ ഞങ്ങൾ മാളയപ്പുറത്തിൽ അത് ജയിച്ചില്ല, ഇതിവിടെ പറഞ്ഞ് പ്രൊഡ്യൂസറിനോട് ജയിച്ചാന്ന് തോന്നുന്നു. എന്തായാലും നന്നായി ചേട്ടാ, കാരണം അടുത്ത പടത്തിന് ഞങ്ങളോട് പറയുന്നില്ലല്ലോ. താങ്ക് യു, നന്നായിട്ടുണ്ട് കേട്ടോ. Shripad, Prabha Verma, Ronnie Raphael, please come. DOP Mr. Sajish Raj, Editor and Colorist Mr. Hari G. Nair, Chief Associate Director Mr. Shaiju Devdas, Music Director Mr. Yunesio, Singer Yerbaj Bachu, Art Director Mr. Haridas Bakalam, Film Distributor Mr. Martin of Tantra Media, Actress Anmira Dev and Actress Raji Sindhu. Also, Assistant Directors Mr. K.R. Kannur and Suresh Gangadharan onto the stage. Also, I would like to invite Sini Abraham. ഇതിൻ്റെ സംവിധായകന് പിന്നെ നിർമ്മാതാവ് അത് അവരും കൂടി ഇത് ഭാഗമായില്ലെങ്കിൽ ഇത് പൂർണ്ണമാവില്ല. മഹാനുഭവന്മാരായ ചലച്ചിത്രകാരന്മാരെ, എനിക്കേറെ ബഹുമാനമുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രഭാവർമ്മ സാർ മുമ്പിലിരിക്കുന്നുണ്ട്, മുതുകാട് സാർ മുമ്പിലിരിക്കുന്നുണ്ട്, അപർണ മൾപതി. പിന്നെ ഞാനൊക്കെ കലാലയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുതൽ സിനിമ കാണുമ്പോൾ ഏറെ ഇഷ്ടപ്പെട്ട ആലപ്പി അഷ്റഫ് അവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സിനിമയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത റോണി റാഫേൽ, വളരെ മനോഹരമാണ് അദ്ദേഹത്തിൻ്റെ ആ പശ്ചാത്തല സംഗീതം. ഏതായാലും നിങ്ങളെല്ലാവരും കാണാൻ പോകുന്നത് കൊണ്ട് തന്നെ അതിനെക്കൊണ്ട് ഞാൻ പോകുന്നില്ല. ഇവിടെ അങ്ങനെ ഒരുപാട് പ്രഗത്ഭരായ വ്യക്തികൾ, കാതർഖാന്റെ കാര്യം പ്രഭാവർമ്മ സാർ പറഞ്ഞു. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും അമരം എന്ന് പറയുന്ന സിനിമ, അമരം, ദ കിങ് എന്നൊക്കെ തുടങ്ങി സൂപ്പർ സ്റ്റാർ പടങ്ങൾ നിർമ്മാണം ചെയ്ത കാതർക്കയിരിക്കുന്നു. ഞങ്ങളാരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മഹത് വ്യക്തിത്വങ്ങളാണ് ഈ ചടങ്ങിന് ഇവിടെ എത്തിച്ചേർന്നത്. നമ്മുടെ ഫോർ ദ പീപ്പിൾ സംവിധാനം ചെയ്ത എന്ന് വേണ്ട ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല. ആ ഒരു രീതിയിലാണ് ഈ ചടങ്ങ് നമ്മളാരും വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് മാറുകയായി. ഇതേപോലെ ഈ സിനിമയെ കേരളം സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ഇതിന്റെ സിനിമാ പ്രവർത്തകർ, ഇതിന്റെ പിറകിലുള്ളവരും അതുപോലെ ഇതിന്റെ മുൻനിരയിൽ അഭിനയിച്ചിട്ടുള്ളവരൊക്കെ ആഗ്രഹിക്കുന്നത്. ഇത് കേരളം തിരിച്ചു പിടിക്കണം. നമ്മുടെ സ്നേഹം, നമ്മുടെ വീടുകളിൽ പടിയിറങ്ങിപ്പോയെന്ന് പറയുന്ന സൗഹൃദങ്ങളെ കുറിച്ചും പടിയിറങ്ങിപ്പോകുന്ന സ്നേഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ പ്രയാസപ്പെടുന്ന ഒരു കാലത്ത് നമുക്ക് സ്നേഹം തിരിച്ചു പിടിക്കാൻ സാധിക്കണം. അതാദ്യം തുടങ്ങേണ്ടത് അവരവരുടെ വീടുകളിൽ നിന്ന് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു സന്ദേശം ഞാൻ പറയാറുണ്ട്. സംഗീതം എപ്പോഴും ഒരുതരം നമുക്കൊക്കെ തന്നെ ഒരുതരം മാസ്മരിക എന്നതിനേക്കാളും ഉപരി തന്നെ അതൊരു തരം തെറാപ്പിയാണെന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. നല്ല ഒരു സംഗീതം കേൾക്കുമ്പോൾ മനസ്സിൽ എന്തുമാത്രം സന്തോഷം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെയാണ് നല്ല ഒരു സിനിമ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ അതിന്റെ സൗന്ദര്യമൊന്നും മറ്റൊന്നുമല്ല. ഈ സിനിമ തീർച്ചയായും നിങ്ങൾ കുടുംബത്തോടൊപ്പം തിയേറ്ററിൽ ഇരുന്ന് കാണണമെന്ന് ഇതിന്റെ ഒരു അണിയറ രംഗത്തുള്ള ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ മാത്രമല്ല, ഇതിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട്, ഇതിന് പ്രൊമോഷൻ സോങ് എഴുതാൻ സാധിച്ചു. അതിനൊക്കെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട സംവിധായകൻ EM അഷ്റഫ് എന്ന എൻ്റെ പ്രിയ സുഹൃത്തിനോട് നന്ദി പറയുകയാണ്. ഒരുപാട് പേരോട് ആദ്യം നന്ദി പറയേണ്ടതുണ്ട്. ഞാനെല്ലാം ഒറ്റ വാക്കിൽ ഒതുക്കുകയാണ്. ഇങ്ങനെ ഒരു ചടങ്ങ് ഇത്രയും മനോഹരമാക്കി തീർക്കാൻ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്ന് ഇത്രയും നേരം ഇതിനോട് നിന്ന് എല്ലാവർക്കും തന്നെ എൻ്റെ ഹൃദയത്തിന്റെ അകത്തിൽ നിന്ന് ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും ഈ സായാഹ്നം മറക്കില്ല.
മറക്കാത്ത ഒരുപാട് ഓർമ്മ ചിത്രങ്ങളിൽ ഒന്നായി ഈ മനോഹര സായാഹ്നം എന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെ ഒരു മനോഹര സായാഹ്നം ഇവിടെ സമ്മാനിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും തന്നെ മെയ് 31 തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്കും നിങ്ങളുടെ ബന്ധുക്കളിലേക്കുമെല്ലാം ഈ സിനിമ കാണാൻ അവരോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സിനിമ ഒരു വിജയമാക്കി തരണമെന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.